ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ പെയ്യുന്നത്. സോ ആ ഒരു മഴയത്ത് നമുക്ക് ആ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. സോ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു ഡിഷിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് കുമ്പിളപ്പം. കുറച്ചെങ്കിലും പേർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. സോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ വാട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഈ ഒരു അരിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വാട്ടി കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സെയിം ഇലയടൊക്കെ ഉണ്ടാക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കുമ്പിൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ കുമ്പിളപ്പം എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുമ്പിൾ കുത്താനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാവിലയാണ് കേട്ടോ. ഇതല്ലാതെ കറുവപ്പട്ടയുടെ ഇലയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതാകുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും, വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത്. കുമ്പിളപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ് കേട്ടോ. ഞാൻ വെക്കേഷൻ സമയത്തൊക്കെ അമ്മായിയുടെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു കുമ്പിളപ്പം കഴിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സെയിം ആസ് നമ്മുടെ ഇലയട ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് എല്ലാം. പക്ഷേ ഈ ഒരു കുമ്പിൾ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേകത ഉണ്ടാവുന്നത് കേട്ടോ. നമുക്കത് കഴിക്കുമ്പോഴും ഭയങ്കര ഒരു കൗതുകമാവും. കുഞ്ഞു കുഞ്ഞു പീസസ് ആകുമ്പോൾ അത് അന്ന് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഫസ്റ്റായിട്ട് അവിടെ നിന്ന് അത് കണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു പുതിയൊരു കാര്യമായിരുന്നു. സോ നമുക്കിനി എങ്ങനെയാണ് ആ ഒരു കുമ്പിളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മയാണ് കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അത് മാത്രം ഒന്ന് ചെയ്ത് തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. സോ ഇനി ഞാനിപ്പോൾ തേങ്ങ ചിരവുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ഫില്ലിങ്ങിനായിട്ട് തേങ്ങ വേണം കേട്ടോ. തേങ്ങയും ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശ് വന്നിട്ട് എനിക്ക് വായിൽ ഇങ്ങനെ വെച്ച് തരികയാണ് കേട്ടോ. ഇപ്പോൾ അവരൊക്കെ ഉറങ്ങി എണീറ്റ് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായക്കൊപ്പം ഈ ഒരു കുമ്പിളപ്പം കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കണം എന്ന്. പക്ഷെ അപ്പോഴൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഒരു ഈവനിങ് ഒക്കെ ആയ സമയത്ത് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ, ഈ ഒരു കുമ്പിൾ കുത്തുന്നത്. അപ്പോൾ ഞാൻ കുമ്പിൾ കുത്തി ഒരു ഈർക്കലി വെച്ചിട്ടാണ് കേട്ടോ അത് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതായത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുമ്പിളാക്കിയതിന് ശേഷം ഈ ഒരു ഈർക്കലി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മളൊന്ന് അവിടെ കുത്തി കൊടുത്താൽ മതി. ഇത് പച്ച ഈർക്കൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു കുമ്പിളൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു കുമ്പിൾ വരുന്നത്. ഇനിയുള്ളത് കുമ്പിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫില്ല് ചെയ്യാനുള്ള മാവ് നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒട്ടി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഒരുപാടൊന്നും കയ്യിലെടുത്ത് ചെയ്യേണ്ട, കുറച്ചെടുത്ത് അത് ആ ഒരു റൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കുമ്പിൾ ഫില്ലാവുന്ന വരെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. കൂടുതൽ നമുക്ക് തിക്കാക്കേണ്ട, കുറച്ച് ലൈറ്റ് തിക്കാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ അതൊന്ന് ഒരു 1 കുമ്പിൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും മതി കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അതിലോട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ലിങ്ങിനായിട്ട് ഞാൻ ശർക്കരയും തേങ്ങയും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കായും കൂടെ പൊടിച്ചിടാം, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് അത്ര തന്നെ ക്ഷമയില്ലാത്തതുകൊണ്ടും എനിക്ക് ഇത്രയും മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് എല്ലാം ഞാൻ അതിലോട്ട് ഇട്ടു. ഇനി നെക്സ്റ്റ് അത് നമുക്കൊന്ന് ഈ ഒരു കുമ്പിൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒരു മാവ് ഇതുപോലെ റൗണ്ട് ആക്കിയതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് ടോപ്പ് ചെയ്യാണ് വേണ്ടത്. ആ ഒരു ടോപ്പിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇത് ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആ കുമ്പിൾ നമുക്ക് പുറത്തോട്ട് പോവില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് പുറത്തോട്ട് പോവില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് മെല്ലെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഇതിൻ്റെ ഭംഗി, ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നല്ലൊരു ക്യൂട്ടായിരിക്കും, നമുക്ക് കഴിക്കാനും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഫുൾ കുമ്പിളപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്റ്റീമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് നേരെ കൊണ്ടുപോയിട്ട് ആ പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തോട്ട് നോക്കിയാൽ അറിയാം നല്ല മഴക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വേഗം റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതൊന്നുമല്ല സംഭവം എന്ന് വെച്ചാൽ മഴ പെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തതേ ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ നല്ല ആസ്വദിച്ച് തന്നെയാണ് ഈ ഒരു കുമ്പിളപ്പം കഴിച്ചത്.
ഇത് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും നമുക്ക് വേണ്ടി വരില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പാത്രം അടച്ചു വെച്ച് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി. സോ ഇതാണ് നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ ഫൈനലായിട്ട് വരുന്നത് കേട്ടോ. എല്ലാം നല്ല പാകമായിട്ടുണ്ട്, ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അപ്പം റെഡി ആയി എന്നാണ് കേട്ടോ അതിനർത്ഥം. അങ്ങനെ ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കുമ്പിൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ആയിരിക്കും കേട്ടോ നമുക്ക് തോന്നുന്നത്. നല്ലൊരു ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എത്രത്തോളം കുമ്പിൾ റെഡിയാക്കുന്നോ അതിനനുസരിച്ച് നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.